ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംബാങ്കിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ എംബാങ്കിനെ കുറിച്ച് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റിൻ്റെ അകത്ത് കുറേ പേര് വന്ന് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് എംബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, സ്മാർട്ട് അക്കൗണ്ട്, ജോയിൻ അക്കൗണ്ട്, അങ്ങനെ കുറേ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എ ടി എം കാർഡെന്നും പറയുന്നത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട്. അതായത് ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പിന്നെ പ്ലാറ്റിനം ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ അധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഈ എംബാങ്ക് എന്ന് പറയുന്നത് UAE-ൽ ഇച്ചിരി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ADCBയുടെ ഭാഗത്തു നിന്നും ഈ മാസം തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഒരു മെയിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇനി മിനിമം ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഓരോ മാസവും 100 ദിർഹംസ് വീതം വെച്ച് കട്ടാവും. അങ്ങനെയുള്ള പല മെസ്സേജും അതുപോലെ തന്നെ മെയിലും കാര്യങ്ങളൊക്കെ ADCBയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് തന്നെ UAE-ലുള്ള മിക്ക ആൾക്കാരും ഇപ്പോൾ ADCBയിൽ നിന്നും സ്വൈപ്പ് ചെയ്ത് എംബാങ്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എംബാങ്ക് അവരുടെയും കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ എംബാങ്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തോളമായി. ഞാൻ അക്കൗണ്ട് എടുത്ത സമയത്തുള്ള പോളിസിയും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ എംബാങ്കിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഏതായാലും അവരുടെ കുറച്ച് പോളിസികളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും എംബാങ്ക് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടതെന്ന് അറിയേണ്ടവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടിട്ട് വരിക. ഇനിയെന്ന് പറയുന്നത് എംബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്പുകളാണ്. അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് 2-3 അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതായത് സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, അതുപോലെ തന്നെ ജോയിൻ അക്കൗണ്ട്, സ്മാർട്ട് അക്കൗണ്ട്, അങ്ങനെ കുറേ അക്കൗണ്ടുകൾ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് ഏത് അക്കൗണ്ടാണോ നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അക്കൗണ്ട്, അതായത് ഞാൻ എംബാങ്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് കറണ്ട് അക്കൗണ്ട് ആയിരുന്നു ഏറ്റവും മെയിനായിട്ട് ഇരുന്നത്. ആ കറണ്ട് അക്കൗണ്ട് ആയിരുന്നു 0 ബാലൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ചിലർക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് കറണ്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനെ കാണിക്കുന്നില്ല. അതിന് പകരം സ്മാർട്ട് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എംബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നവർ സ്മാർട്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ സ്മാർട്ട് അക്കൗണ്ടാണ് 0 ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട്. ഇനി ഞാൻ കറണ്ട് അക്കൗണ്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് കറണ്ട് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് അക്കൗണ്ട് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് 0 ബാലൻസ് അക്കൗണ്ടാണ്, അതിന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് അതിന് ചെക്ക് ബുക്കും ഡെബിറ്റ് കാർഡും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് കറണ്ട് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതെന്ന് പറയുന്നത് സേവിങ് അക്കൗണ്ടാണ്. സേവിങ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അതായത് നമ്മൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ് അക്കൗണ്ട്. അതായത് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ട്, നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സേവിങ് അക്കൗണ്ടിൽ നിന്നും അതായത് സേവിങ് അക്കൗണ്ടിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൈസയുടെ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടിയാണ് ഈ സേവിങ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സേവിങ് അക്കൗണ്ട് ഓപ്പൺ ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എംബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നവർക്ക് ഈ കറണ്ട് അക്കൗണ്ട് കാണിക്കുന്നില്ല. അതിന് പകരം അവർക്ക് സേവിങ് അക്കൗണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് അക്കൗണ്ട് എന്താണെന്നുള്ളത് കുറേ പേര് കമൻറ്റിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് സ്മാർട്ട് അക്കൗണ്ടിനെ കുറിച്ചാണ്. അതായത് സ്മാർട്ട് അക്കൗണ്ട് എന്ന് പറയുന്നതും ഒരു 0 ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു മാസം നമ്മുടെ അക്കൗണ്ടിൽ 3000 ദിർഹംസ് വന്നിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 10,000 ദിർഹംസ് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്മാർട്ട് അക്കൗണ്ട് 0 ബാലൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ എംബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മുടെ സാലറി അക്കൗണ്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാലറി ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ കയറുമല്ലോ. ജസ്റ്റ് വൺസ് നമ്മുടെ അക്കൗണ്ടിൽ ഒരു മാസത്തിൽ ഈ 3000 ദിർഹംസ് വന്നാൽ മതി. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ സാലറി അക്കൗണ്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ എംബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെന്നുണ്ടെങ്കിൽ സ്മാർട്ട് അക്കൗണ്ട് തന്നെ ഓപ്പൺ
ആക്കിയാൽ മതി. സ്മാർട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതങ്ങ് ടാലിയായി പൊക്കോളും. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ UAE റെസിഡൻ്റ് ആയിരിക്കണം. അതായത് നമുക്ക് എമിറേറ്റ്സ് ID ഉണ്ടായിരിക്കണം. ഈ എമിറേറ്റ്സ് ID ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതായത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് 3 ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷനാണ് കാണിക്കുന്നത്. അതായത് ഗോൾഡൻ കാണിക്കും, ഡയമണ്ട് കാണിക്കും, പ്ലാറ്റിനം കാണിക്കും. അങ്ങനെ 3 ഓപ്ഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നോർമലായിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കാർഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗോൾഡൻ കാർഡിന് മന്ത്ലി ചാർജസ് ഇല്ല, ഇയർലി ചാർജസ് ഇല്ല. പിന്നെ നമ്മൾ 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുവാണെങ്കിൽ അതിനും ചാർജ് ഇല്ല. പക്ഷേ നമ്മൾ 6 മാസത്തിന്, അതായത് അക്കൗണ്ട് എടുത്ത് 5 ദിവസത്തിന് ശേഷം 6 മാസത്തിനിടയിലാണ് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 105 ദറംസ് നമുക്ക് എമൗണ്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ ഗോൾഡൻ കാർഡിന് ഒരു പ്രശ്നമുണ്ട്, അതും കൂടെ ഞാൻ ഏതായാലും പറഞ്ഞേക്കാം. അതായത് നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്യുന്നില്ല, നോൺ ആക്റ്റീവായിട്ട് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് 26.5 ദറംസ് ആണ് എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾഡൻ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ കാർഡ് യൂസ് ചെയ്യണം. അതായത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കാർഡ് യൂസ് ചെയ്തിരിക്കണം. ഈ കാർഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം 26.5 ദറംസ് വീതം വെച്ച് കട്ടാകും. അതായത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ -107 രൂപയാണ്, എൻ്റെ അക്കൗണ്ടിൽ -58 രൂപയാണ്. അങ്ങനെ കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മിക്കവാറും നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ഈ കാർഡ് യൂസ് ചെയ്യാതിരിക്കുവാണ്. അതായത് ഗോൾഡൻ കാർഡാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഈ കാർഡ് നിങ്ങൾ നോൺ ആക്റ്റീവായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് കട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾഡൻ കാർഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ആക്റ്റീവായിട്ട് ഒരിക്കലും ഈ കാർഡ് വെക്കരുത്. ഈ കാർഡ് മസ്റ്റായിട്ടും ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഈ കാർഡ് യൂസ് ചെയ്തിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് പ്ലാറ്റിനം കാർഡിനെ കുറിച്ച് പറയാം. പ്ലാറ്റിനം കാർഡ് എന്ന് പറയുന്നത് ഒരു മാസം നമുക്ക് 20,000 ദറംസ് സാലറി ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് 10,000 ദറംസ് നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാറ്റിനം കാർഡ് എടുക്കാം. അതുപോലെ തന്നെ പ്ലാറ്റിനം കാർഡ് നമ്മൾ നോൺ ആക്റ്റീവായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിന് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ കൂടെ ഗോൾഡൻ കാർഡിന് മാത്രമാണ് നമ്മൾ നോൺ ആക്റ്റീവായിട്ട് വെച്ചാൽ പേയ്മെൻറ്റ് വരുന്നത്. ഇനി ഡയമണ്ട് കാർഡിനെ കുറിച്ച് പറയാം. ഡയമണ്ട് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്ലി 50,000 ദിറംസ് സാലറി ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 30,000 ദിറംസ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് കാർഡ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡയമണ്ട് കാർഡും നോൺ ആക്റ്റീവായിട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ആ കൂടെ കുഴപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗോൾഡൻ കാർഡിന് മാത്രമാണ്. ഗോൾഡൻ കാർഡ് നമ്മൾ നോൺ ആക്റ്റീവായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതിന് പേയ്മെൻറ്റ് വരും. അതായത് പെർ മന്ത് 26.5 ദറംസ് അതിന് പേയ്മെൻറ്റ് വരുന്നതായിരിക്കും. ഇനി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ ഫ്രണ്ട്സ് ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ബാങ്ക് എന്ന് പറയുന്നത് ഫാബിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫാബിൻ്റെ CDM യൂസ് ചെയ്ത് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. ATM യൂസ് ചെയ്ത് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഫാബിൻ്റെ മാത്രമല്ല വേറെ ഏത് ATM യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് നമ്മൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നാട്ടിൽ നോർമൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമ്മൾ എല്ലാ ATM നിന്നും ക്യാഷ് എടുക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാങ്കിൻ്റെ ATM യൂസ് ചെയ്ത് എല്ലാ ATM നിന്നും നമുക്ക് ക്യാഷ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഫാബിൻ്റെ CDM യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തതായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാം. അതായത് നമ്മൾ ബാങ്ക് ടു ബാങ്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് ടു അതർ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ഫണ്ടുണ്ട്, അതായത് ഫീസുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 0.51 ഫീൽസ് ആണെന്ന് തോന്നുന്നു. അത്ര എമൗണ്ട് വരുന്നതായിരിക്കും. അത്രയാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് നാട്ടിലോട്ട് ക്യാഷ് അയക്കാൻ പറ്റുമെന്ന്. ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് നാട്ടിലോട്ട് ക്യാഷ് അയക്കാനായിട്ട് പറ്റത്തില്ല. ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് UAE-യിലുള്ളവർക്ക്, അതായത് UAE-യിലുള്ള ബാങ്കുകളിലോട്ട് മാത്രമേ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഏതായാലും ബാങ്കിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ കറണ്ട് അക്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. കറണ്ട് അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അക്കൗണ്ട് ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്മാർട്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുക. പിന്നെ നിങ്ങൾ കാർഡ് എടുക്കുമ്പോൾ, ഡെബിറ്റ് കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഗോൾഡൻ കാർഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത് എന്ന് ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.